I'm against a criminal. An inhuman. JSK അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രവീൺ നാരായൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് JSK അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രം പറയുന്നത് ആനുകാലിക ലോകത്തുണ്ടായ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ കഥകൾ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യമാണ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച ശേഷം പിന്മാറുന്നത്. സെൻസറിങ്ങിൽ ഇഷ്യൂ ആണെന്നും മറ്റു ചില നിയമ തടസ്സങ്ങളുമാണ് ചിത്രത്തിൻ്റെ റിലീസിംഗ് വൈകാൻ കാരണമെന്നും പറയുന്നു. എന്തു തന്നെയാണെങ്കിലും ഒരു ഹോട്ട് ടോപ്പിക് ഈ ചിത്രത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. ഗരുഡൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഏകദേശം 1.5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു സുരേഷ് ഗോപി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ എന്ന ക്യാരക്ടറിനെയാണ് സുരേഷ് ഗോപി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ടൈറ്റിൽ ക്യാരക്ടറായ ജാനകിയായി എത്തുന്നത് അനുപമ പരമേശ്വരനാണ്. സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തും. ജൂൺ 20-നാണ് ചിത്രം ആദ്യം റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. അതുപ്രകാരം പല സ്ഥലങ്ങളിലും തിയേറ്ററുകളും ചാർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഒരാഴ്ച മാറ്റി ജൂൺ 27 എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ 27-നും ചിത്രം തിയേറ്ററുകളിൽ എത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ സെൻസറിങ്ങിലെ ഇഷ്യൂസാണ് കാരണമെന്ന് പറയുന്നു. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ടോപ്പിക്, പ്രത്യേകിച്ച് ജാനകി എന്നുള്ള ടൈറ്റിൽ ചിത്രത്തിന് ഇടാൻ പാടില്ല എന്നുള്ളൊരു ഇഷ്യൂസ് ഈ ചിത്രത്തിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ഔദ്യോഗികമായ മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. എനിവേ 27-ാം തീയതി ചിത്രം വരില്ലെന്നും മറ്റൊരു പുതിയ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുമെന്നുമാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി അഡ്വക്കേറ്റ് വേഷത്തിലെത്തുന്ന ചിത്രമാണ് JSK. അപ്പോൾ മറ്റൊരു പവർ പാക്കായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പെർഫോമൻസിന് വേണ്ടി ഈ ചിത്രത്തിനെ നമുക്ക് കാത്തിരിക്കാം. ഞങ്ങളുടെ സനി തോട്ട്സ് എന്ന ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മാസത്തോളമായി. ഒരുപാട് സപ്പോർട്ടുകളും എല്ലാം ഞങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ഒരുപാട് പേരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു റിക്വസ്റ്റ്, ഒരു കൺസേൺ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ വീഡിയോസിന് ഡബിൾ മാർജിനിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ മാർജിനിൽ വ്യൂസ് വരാറുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ മറ്റൊരു സങ്കടമുള്ളൊരു കാര്യം എന്തെന്നാൽ ഈ വീഡിയോ കാണുന്നവരെല്ലാം കണ്ടിട്ട് പോവുകയാണ്. അതിന് പകരം ആ കാണുന്നതോടൊപ്പം ഒരു കമൻറ്റായിട്ടും ഒരു ലൈക്കായിട്ടും സബ്സ്ക്രൈബായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളെയും ഇതേപോലെ ഇപ്പോൾ തരുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ഞാനിപ്പോൾ മേൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് പരിഗണിക്കുക. തെളിവുകൾ ജയിക്കുന്നവർ, അതാണ് കോടതി.